മഹൽ സ്നേഹമല്ലേ നീ, നിത്യസ്നേഹമല്ലേ നീ. അല്പം സ്നേഹം ചോദിച്ചപ്പോൾ നിൻ ജീവനല്ലേ നീ തന്നത്. മഹൽ സ്നേഹമല്ലേ നീ, നിത്യസ്നേഹമല്ലേ നീ. അല്പം സ്നേഹം ചോദിച്ചപ്പോൾ നിൻ ജീവനല്ലേ നീ തന്നത്. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന യേശുവിന്, ആരാധന അപ്പായ്ക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അന്നൊരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ ഒരു ശാസ്ത്രി വന്ന് പറയുകയാണ്, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അതിന് കർത്താവ് കൊടുത്ത മറുപടി, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. എന്താ വരിക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വരണ്ട, അല്ലെങ്കിൽ വാ. ഇത് പറയേണ്ടതിന് കർത്താവ് കൊടുത്ത മറുപടി കുറുനരികളെക്കുറിച്ചും ആകാശത്തിലെ പറവകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം യേശുവിനെ അനുഗമിക്കുന്നത് യേശുവിനോടുള്ള അഗാധമായ സ്നേഹമോ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള കൊതിയോ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയോ വാഗ്ദത്ത മഷിക എന്നുള്ള സ്നേഹമൊന്നുമല്ല. യേശുവിൻ്റെ പുറകെ വന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. അവിടെയാണ് യേശു പറയുന്നത്, എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല, എനിക്കൊരു വീടുമില്ല, ഒരു സ്ഥലവും ഇല്ല. സ്തോത്രം. അപ്പോൾ അതൊന്നും ആയിരിക്കരുത് എൻ്റെ പുറകെ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യേശുവിനേക്കാൾ അധികം യേശുവിൻ്റെ കൈകളിലുള്ളത് പ്രതീക്ഷിക്കരുത്. ഞാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ യേശു ആയിരിക്കണം. യേശു തരുന്നതായിരിക്കരുത്, യേശു ആയിരിക്കണം നമ്മുടെ പ്രതീക്ഷ. അവൻ്റെ കരം നോക്കുന്ന ഒരു തലമുറയല്ല, അവനെ തന്നെ നോക്കുന്ന ഒരു തലമുറയാകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ വാക്കുകൾ നല്ലതാണ്, ഞാൻ അനുഗമിക്കാം. പക്ഷെ യേശു നോക്കിയപ്പോൾ അതിൻ്റെ പിൻപിൽ ഉദ്ദേശം ശ്രദ്ധിച്ചു. നമ്മൾ എന്തു പറയുന്നു എന്നല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. ആമേൻ. എന്തിനു പറയുന്നു, അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങളെ നോക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ സിൻസിയറായിട്ട് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. ഒരു ലാഭേച്ഛകൾക്ക് വേണ്ടിയോ ഏതെങ്കിലും താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടിയോ ഒന്നുമായിരിക്കരുത് യേശുവിനെ അനുഗമിക്കേണ്ടത്. യേശുവിനെ അനുഗമിക്കുക, നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി കർത്താവ് തരും. ആമേൻ. സകലം തന്നമ്മയെ അനുഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യം യേശു മാത്രമായിരിക്കണം. യേശു തരുന്ന നന്മയായിരിക്കരുത്, യേശു തരുന്ന ഒന്നുമായിരിക്കരുത്, യേശു തന്നെ ആയിരിക്കണം. ആമേൻ. യേശുവിനേക്കാൾ അധികം യേശുവിനുള്ളത് സ്നേഹിക്കരുത്, യേശുവിനെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്. ആമേൻ. നമ്മളോടും കർത്താവ് ഇന്ന് ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയണം, പത്രോസിനോട് പറഞ്ഞോട് തന്നെ പറയണം, എൻ്റെ പുറകെ വാ, എന്നെ അനുഗമിക്കുക. കാരണം യേശുവിനറിയാം, മീൻ കിട്ടിയിട്ടും അവൻ യേശുവെ പൊക്കോന്നല്ല പറഞ്ഞേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ് എന്നാ പറഞ്ഞത്. യേശു പറയാണ്, നിന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നന്മ കിട്ടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് യേശുവെ പോകരുതെന്നല്ല പറഞ്ഞത്. അവൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ജീവിതം
അവൻ കൊതിച്ചു. അതിന് എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ തടസ്സമാണ്, അതുകൊണ്ടാണ് ഈശോയോട് പോകാൻ പറഞ്ഞത്. പക്ഷേ ഈശോ പറഞ്ഞു, നിന്റെ തകർച്ചകൾ എനിക്ക് വിഷയമല്ല, ഞാൻ നിന്നെ മാറ്റാൻ ശക്തനാണ്. അതുകൊണ്ട് ഫോളോ മീ, എൻ്റെ പുറകെ വാ. നമ്മളോട് ഇന്ന് കർത്താവ് പറയണം, അങ്ങനെ എൻ്റെ പുറകെ വാ. ആമേൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രതീക്ഷ യേശുവിൻ്റെ കാര്യത്തിലുള്ളതായിരിക്കരുത്, യേശു തന്നെ ആയിരിക്കണം. അവനെ നേടേണ്ടതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ തന്നെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശു, വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. കർത്താവെ അങ്ങയെ തന്നെ അധികമായി സ്നേഹിക്കട്ടെ കർത്താവെ. മറ്റെന്തിനേക്കാൾ അധികമായിട്ട് കർത്താവ് യേശുവിനെ തന്നെ സ്നേഹിപ്പാൻ, യേശുവിനെ തന്നെ വാഞ്ചിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം യേശുവാണ് കർത്താവെ. യേശുപ്പം അങ്ങയെ ഞങ്ങൾക്ക് അധികമായി നൽകണമേ. ഈ കുടുംബത്തിന് യേശുവിനെ അധികമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ സൗഖ്യം മാത്രം ഞങ്ങൾക്ക് തരണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, അങ്ങേ ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ സൗഖ്യം വേണം. അങ്ങില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട യേശുപ്പാ. ഞങ്ങൾക്ക് സമ്പത്തിന് ആവശ്യമുണ്ട്, പക്ഷെ ഞങ്ങൾ സമ്പത്തിന് വേണ്ടി മാത്രമല്ല അങ്ങയുടെ പുറകെ വരുന്നത്. അങ്ങയെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അങ്ങിലൂടെ ഞങ്ങൾക്ക് എല്ലാം ഇതുവരെയും ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം, ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന നല്ല പിതാവേ, അങ്ങയോട് ചോദിച്ചു വാങ്ങിയല്ല, മറിച്ച് അങ്ങ് ഞങ്ങൾക്കെല്ലാം ഔദാര്യമായി നൽകുകയാണ്. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഞങ്ങളുടെ സ്വപ്നം കാണാത്ത എത്രയോ കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അതിനായിട്ട് നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ 2 കാലുണ്ടാകണമെന്നും 2 കൈ ഉണ്ടാകണമെന്നും ഒന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. പക്ഷേ എല്ലാം നീ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുപോലും, ഞങ്ങൾ സ്വപ്നം കാണാത്തതുപോലും ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാവശ്യത്തെക്കാൾ അധികം അങ്ങാണ് ഞങ്ങളുടെ ആവശ്യം. സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങയെ വേണം. അങ്ങയിലുള്ളതെല്ലാം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. അവനോടുകൂടെ ഞങ്ങൾക്ക് സകലവും ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അല്പം കൂടെ യേശുവായിട്ട് അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങേ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം അങ്ങേ ഞങ്ങൾക്ക് അധികം വേണം. അങ്ങേ തന്നെ ചോദിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. യേശുവിനെ അധികം കൊതിക്കാം, യേശുവിൻ്റെ കൂടെ നടക്കാം. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.